മെറിഗോൾഡ് ചെടികൾ വേനൽക്കാലത്തും മഴക്കാലത്തും നല്ലവണ്ണം പൂക്കൾ തരുന്ന ചെടിയാണ്. പൂക്കൾ ഒത്തിരി കളർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. മെറിഗോൾഡ് ചെടിയുടെ പൂക്കൾക്ക് ഒരു പ്രത്യേക മണമുണ്ട്. പൂവിൻ്റെ കളേഴ്സ് നല്ല അട്രാക്റ്റീവ് ബ്രൈറ്റ് കളർ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റും. മെറിഗോൾഡ് ചെടിയിൽ 3 വെറൈറ്റീസ് ഉണ്ട്. ഒന്ന്, കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ആഫ്രിക്കൻ മെറിഗോൾഡ്. ആഫ്രിക്കൻ മെറിഗോൾഡിൻ്റെ പൂക്കൾ വലിയ സൈസിലാണ് നിൽക്കുന്നത്. ഈ വെറൈറ്റി പൂക്കളാണ് ഹാരത്തിലും അത്തപ്പൂക്കളത്തിലും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ വെറൈറ്റി ഫ്രഞ്ച് മെറിഗോൾഡ്. ആഫ്രിക്കൻ മെറിഗോൾഡ് പോലെ അല്ലാതെ ഈ വെറൈറ്റി പൂക്കൾ ചെറിയ സൈസായിട്ടാണ് നിൽക്കുന്നത്. നല്ല കളർഫുൾ ഡബിൾ കളർ വെറൈറ്റീസ് ഒക്കെ ഫ്രഞ്ച് മെറിഗോൾഡിലുണ്ട്. മൂന്നാമത്തെ വെറൈറ്റി സിഗ്നറ്റ് വെറൈറ്റി. ഈ വെറൈറ്റി പൂക്കൾ കുഞ്ഞ് സൈസിലുള്ള സിംഗിൾ പെറ്റൽ പൂക്കളായിട്ടാണ് നിൽക്കുന്നത്. ഈ വെറൈറ്റി പൂക്കൾ ഒത്തിരി ബുഷിയായിട്ട് പൂക്കും. മെറിഗോൾഡ് ചെടിയുടെ പരിപാലനത്തെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള 5 പ്രത്യേകതകളെക്കുറിച്ച് നോക്കാം. 1. മെറിഗോൾഡ് പൂക്കൾ നല്ല ബ്രൈറ്റ് കളറിലാണ് പൂവിടുന്നത്. ഓറഞ്ച്, വെള്ള, മഞ്ഞൾ എന്ന 3 കളർ വെറൈറ്റീസ് ഉണ്ട്. യെല്ലോ കളറിൽ 2-3 കളർ ഷെയ്ഡ്സും കൂടിയുണ്ട്. ഈ പൂവിൻ്റെ കളറും ഭംഗിക്കും വേണ്ടിയാണ് ഹാരത്തിലും പൂക്കളത്തിലും യൂസ് ചെയ്യുന്നത്. 2. ലോ മെയിൻ്റനൻസ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മെയിൻ്റനൻസ് ആവശ്യമുള്ള ചെടിയാണ്. വിത്തിൽ നിന്നും സ്റ്റെം കട്ടിങ്സിൽ നിന്നും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. 3. മസ്കിറ്റോ റിപ്പലന്റ് പ്ലാന്റ് ആണ്. മെറിഗോൾഡ് ചെടിയുടെ ഇലകൾക്കും പൂക്കൾക്കും ഒരു പ്രത്യേക മണമുണ്ട്. ഈ മണം കൊതുകിനെ ഈ ചെടിയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തും. ഈ ചെടിയിലുള്ള പ്രത്യേകതരം മണത്തിന് കാരണം അതിൻ്റെ ഇലയിലും തണ്ടിലുമുള്ള പൈറത്തീൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ പൈറത്തീൻ്റെ മണം കൊതുകിനെ ചെടിയുടെ അടുത്ത് വരാൻ അനുവദിക്കില്ല. 4. ബെസ്റ്റ് കമ്പാനിയൻ പ്ലാന്റ്. കൊതുകിനെ ചെടിയുടെ അടുത്ത് നിന്ന് തടയുന്നത് പോലെ ചെടിക്ക് കേടുണ്ടാക്കുന്ന ചില വണ്ടുകളെയും പുഴുക്കളെയും ചെടിയുടെ അടുത്തേക്ക് വരാൻ വിടില്ല. അതും ഈ ചെടിയിൽ ഉണ്ടാകുന്ന പൈറത്തീൻ്റെ സുഗന്ധം കൊണ്ടാണ്. മറ്റ് ചെടികളുടെ അടുത്ത് ഈ ചെടിയെ വളർത്തുമ്പോൾ അതിലും ചില കീടാണുക്കൾ വരാതെ തടയാൻ പറ്റും. 5.